Hello, good afternoon. Welcome to Learn Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് മോഷൻ ഇൻ എ പ്ലെയിൻ ഈ രണ്ട് യൂണിറ്റിൽ നിന്ന് വരുന്ന കുറച്ച് MCQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന് വേണ്ടിയിട്ടുള്ള MCQ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ രണ്ട് യൂണിറ്റിൽ നിന്ന് ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സ്പീഡ് ഓഫ് ബോഡി ഈസ്, ഒരു ബോഡിയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? The distance covered by a moving body in a unit time. ഒരു യൂണിറ്റ് ടൈമിൽ ആ ഒരു മൂവിംഗ് ബോഡി കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്താണോ അതിനെയാണ് സ്പീഡ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ഓൾവേസ് ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് ദ ബോഡി, അത് പറ്റില്ല. എ വെക്ടർ ക്വാണ്ടിറ്റി നൺ ഓഫ് ദി അബവ്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ സ്പീഡ് ഓഫ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ മൂവിംഗ് ബോഡി ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ ഒരു മൂവിംഗ് ബോഡി കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്താണോ അതിനെയാണ് സ്പീഡ് എന്ന് പറയുന്നത്. If the position of object changes with the time respect to its surrounding in a given time, the object is said to be. ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് അതിന്റെ ടൈമിനനുസരിച്ച് ചേഞ്ച് ആവുകയാണ് ആ ഒരു ഗിവൺ ടൈമിൽ അതിന്റെ സറൗണ്ടിങ്ങിൽ തന്നെ. ആ ഒബ്ജക്റ്റിന് നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് ഇൻ മോഷൻ, അല്ലെ? അതിന്റെ പൊസിഷൻ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് അത് പറയാം ആ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അതിന്റെ മോഷനിലാണെന്ന് പറയാം. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. In oscillatory motion, ഒരു ഓസിലേറ്ററി മോഷനിൽ എങ്ങനെയാണ്? Particles move along a straight line, particles move in a circular path, particles move to and fro about a point. So option C is the right answer. Oscillatory motion എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരു പോയിന്റിൽ നിന്ന് ബേസ് ചെയ്തിട്ട് അവിടുന്ന് പാർട്ടിക്കിൾസ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള മൂവ്മെന്റ്സിനെയാണ് നമ്മൾ ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ആണെങ്കിൽ നമുക്ക് അതിനെ ലീനിയർ മോഷൻ എന്നാണ് പറയുന്നത്. സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെ? സോ ഇവിടെ നമുക്ക് ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. Motion of sliding body on an inclined plane is an example of rectilinear motion. Rectilinear motion, ഒരു inclined planeൽ ഒരു സ്ലൈഡിംഗ് ബോഡിയുടെ മോഷനെ നമുക്ക് എന്തെന്ന് പറയാം? It is an example of rectilinear motion. Option A ആണ് right answer. Which of the following is correct? Displacement cannot be zero. Magnitude of displacement may be greater than zero. Distance may be greater than or equal to the magnitude of displacement. Distance is greater than or equal to the the distance is greater than the magnitude of the displacement. So option C ആണ് right answer. Distance നമുക്ക് എന്താകാം? ചിലപ്പോൾ greater ആകാം അല്ലെങ്കിൽ equal ആകാം. ആ ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡിന് മേ ബി greater than or equal ആയിരിക്കും വരുന്നത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും. So option C ആണ് right answer. The speed of the particle or any instant time is called instantaneous speed. The speed of the particle at any instant of time. ഏതൊരു instant of timeലും വരുന്ന ആണ്. At any instant of timeൽ വരുന്ന ആ ഒരു സ്പീഡിന്റെ പാർട്ടിക്കിളിന്റെ സ്പീഡിനെ നമുക്ക് എന്താ പറയാം? ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഓപ്ഷൻ എ is the right answer. The rate of change of displacement with the time is called its velocity. ടൈമിനനുസരിച്ച് അതിന്റെ ഡിസ്പ്ലേസ്മെന്റിൽ വരുന്ന റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? It's called velocity. The SI unit of velocity, meter per second. Option A is the right answer. Meter per second. During dash motion of an object along a straight line, the change in velocity of the object for any time interval is zero. ഒരു യൂണിഫോം മോഷൻ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഒരു യൂണിഫോം മോഷൻ, ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ഒരു ഒബ്ജക്റ്റിന്റെ യൂണിഫോം മോഷനിൽ അതിന്റെ വെലോസിറ്റിയുടെ ചേഞ്ച് എന്ന് പറയുന്നത് ആ ഒരു ടൈം ഇന്റർവൽ, ഏതൊരു ടൈം ഇന്റർവെൽ എടുത്താലും നമുക്കത് സീറോ ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഇൻ യൂണിഫോം മോഷനിലായിരിക്കും. Average velocity of an object is maybe positive, zero or negative. Option B is the right answer. Average velocity of an object may be positive, zero or negative. The speedometer of the car do not show its both A and C. That means instantaneous velocity അതുപോലെ തന്നെ average velocity ഇതൊന്നും തന്നെ ഒരു സ്പീഡോമീറ്ററിന്റെ കാറിന്റെ സ്പീഡോമീറ്ററിൽ നമുക്ക് ഇതൊന്നും കാണാൻ സാധിക്കില്ല. എന്തൊക്കെ? instantaneous velocity, average velocity. Option D ആണ് right answer. In negative acceleration of the velocity of the body is decreases. ഒരു നെഗറ്റീവ് ആക്സിലറേഷനിൽ ഒരു ബോഡിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിക്രീസ് ആവുകയാണ്. ഇതിന്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈസി ആയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. For a body moving with uniform acceleration, its final velocity equals 2 into average velocity minus initial velocity. 2 into, അതായത് ഒരു ബോഡി യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റിയുടെ ട്വൈസ് മൈനസ് ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. If an object moves with a constant velocity,
then which one of the following statement is correct? ഒരു object എന്ന് പറയുന്ന ഒരു constant velocity യിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ its displacement increases linearly with time. ടൈമിനനുസരിച്ച് അതിന്റെ displacement linearly increase ആവുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. Which one of the following statement is not correct? Okay, if the velocity and acceleration have an opposite sign, then the object is slowing down. Velocity and acceleration opposite sign ആണെങ്കിൽ അതിന്റെ object slowing down ആണ്. അപ്പോൾ നമുക്ക് വരുന്ന ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. വെലോസിറ്റി ഈസ് 0 at an instant, then the acceleration should be 0 at that instant. ഒരു ഇൻസ്റ്റന്റിൽ വെലോസിറ്റി 0 ആണെങ്കിൽ ആ ഒരു ഇൻസ്റ്റന്റിൽ ആക്സിലറേഷനും 0 ആയിരിക്കും. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് ഏതാ ചോദിച്ചിരിക്കുന്നത്? ഇറ്റ്സ് നോട്ട് കറക്റ്റ് ആണ്. രണ്ടും 0 ആവണമെന്നില്ല നമുക്ക്. സോ ബി ആണ് നമുക്ക് തന്നിരിക്കുന്നത് റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. If the distance is covered by a moving car in a rectilinear motion with a speed v in time t is given by s is equal to vt, then the car undergoes a uniform velocity. ഒരു rectilinear motionൽ s distance ഒരു കാർ t ടൈമിൽ v സ്പീഡിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ s is equal to vt ആണ്. അങ്ങനെയാണെങ്കിൽ കാർ എന്ന് പറയുന്നത് ഒരു യൂണിഫോം വെലോസിറ്റിയിലാണെന്ന് നമുക്ക് പറയാം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. The first equation of motion gives the relation between velocity and time. First equation of motion എന്താ തരുന്നത്? റിലേഷൻ വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് നമുക്ക് നൽകുന്നത്. സെക്കൻഡ് ഇക്വേഷൻ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് റിലേഷൻ ബിറ്റ്വീൻ ദി പൊസിഷൻ ആൻഡ് ടൈം. പൊസിഷൻ ആൻഡ് ടൈം ആണ് സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് തരുന്നത്. The motion of a free falling body is an example dash accelerated motion. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ഒരു എക്സാമ്പിൾ ആണ് ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി. ഒരു മോഷൻ ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറയുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. A brick is thrown vertically from an aircraft flying 2 km above the earth. The brick will fall with a constant acceleration. ഒരു 2 കിലോമീറ്റർ എർത്തിന് 2 കിലോമീറ്റർ എബോവിൽ ഒരു എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും ഒരു ബ്രിക്ക് നമ്മൾ താഴത്തേക്ക് ഇടുമ്പോൾ ആ ബ്രിക്ക് ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷനിലായിരിക്കും താഴത്തേക്ക് വീഴുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Which among the following is a scalar quantity? താഴെ തന്നിരിക്കുന്നത് സ്കെയിലർ ക്വാണ്ടിറ്റി ഏതാണ്? മാസ്. മാസ് is a scalar quantity. Which is the vector that gives the position of a point with reference to a point other than the origin of the coordinate system? Displacement vector അല്ലെ? ഒരു വെക്ടർ നമുക്ക് അതിന്റെ പൊസിഷൻ ഓഫ് ദ പോയിന്റ് തരുന്നുണ്ട്. ആ ഒരു പോയിന്റിന്റെ ബേസ് ചെയ്തിട്ട് ആ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ഓഫ് വെക്ടർ തരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ബേസ് ചെയ്തിട്ടല്ലാതെ നമുക്ക് തരുന്നത് ഏതാണ്? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. Vectors lying in the same or parallel to the same plane are called option A coplanar vector. Vectors same അല്ലെങ്കിൽ parallel same plane തന്നെ same ആയിട്ട് അല്ലെങ്കിൽ parallel ആയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? coplanar vectors എന്ന് പറയാം. Okay. Motion in a plane is called motion in 2 dimensions. Motion ഒരു പ്ലെയിനിൽ ഉണ്ടാകുന്ന മോഷനെ നമുക്ക് എന്ത് പറയാം? motion in 2 dimensions എന്ന് പറയാം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Give an example of motion in 2 dimensions. മോഷൻ 2 ഡയമെൻഷനിൽ വരുന്നത് പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷണൽ മോഷനുള്ള എക്സാമ്പിൾ ആണ്. സർക്കുലർ മോഷൻ ഈസ് എ മോഷൻ ഇൻ 2 ഡയമെൻഷൻ അല്ലെ? മോഷൻ ഇൻ 2 ഡയമെൻഷൻ ആണ് സർക്കുലർ മോഷൻ. In a uniform circular motion, which of the following quantity is not constant? Momentum is not constant in a uniform circular motion. Uniform circular motion momentum എന്ന് പറയുന്ന quantity is not constant, varying ആയിരിക്കും. A vector quantity with both magnitude and direction obeys a triangle law of addition. ഒരു വെക്ടർ ക്വാണ്ടിറ്റി മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഒരു വെക്ടർ ക്വാണ്ടിറ്റി എന്ത് ഒബേ ചെയ്യുന്നത്? ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ ഒബേ ചെയ്യുന്നതായിരിക്കും. Which of the following conditions are sufficient and essential for a quantity to be a vector? ഒരു ക്വാണ്ടിറ്റി വെക്ടർ ആകണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ആവശ്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടാകണം അല്ലെ? So it has magnitude, direction and addition, subtraction, multiplication and division by vectors law. ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ അല്ലെങ്കിൽ ഇതെല്ലാം സഫീഷ്യന്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഒരു വെക്ടർ ആകുന്നതിന്, ഒരു ക്വാണ്ടിറ്റി വെക്ടർ ആകുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. A body is traveling in a circle at a constant speed. ഒരു സർക്കിളിൽ ഒരു ബോഡി കോൺസ്റ്റന്റ് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? It has an inward radial acceleration. It has inward radial acceleration. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ 2 യൂണിറ്റിൽ നിന്നും 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.